ദൈവവചനത്തെ വിഭജിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ബൈബിൾ സെമിനാർ മെയ് മാസം 20-21 തീയതികളിൽ മർത്തോമ റിട്രീറ്റ് സെന്റർ മാരാമൺ കോഴഞ്ചേരിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ബ്രദർ നദീഷ് ചെറിയാൻ, ബ്രദർ തോമസ് ജോർജ്, ബ്രദർ എൽദോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. രജിസ്ട്രേഷൻ സൗജന്യം. പരിമിതമായ സീറ്റുകൾ മാത്രം. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. തിരുവെഴുത്ത് ശ്രദ്ധയോടെ പഠിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒട്ടും സമയമില്ല. നമ്മുടെ കർത്താവ് മധ്യാകാശം വരാനും നമ്മളെ സ്വീകരിക്കാനും ഇനി ഒട്ടും സമയം ഇല്ല, അവശേഷിക്കുന്നില്ല. അത്രയും അടുത്തിരിക്കുക. നമ്മളൊരു ദീർഘകാല പദ്ധതി ഒന്നും ഇനി തയ്യാറാക്കി ജീവിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതാ, ഇന്നലകളിൽ കഴിഞ്ഞു പോയതുപോലെ നാളുകളിലും ഇനി അങ്ങനെ തന്നെ മുമ്പോട്ട് കാര്യങ്ങൾ പോകും എന്ന് നമ്മൾ വിചാരിക്കരുത്. ഞാൻ പറയണത് ഇന്ത്യയിൽ പ്രശ്നമൊന്നുമില്ലായിരിക്കാം, നമ്മുടെ കേരളത്തിൽ പ്രശ്നമൊന്നുമില്ല, ഇന്ത്യയിലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഞാനൊന്ന് പറയട്ടെ, ഇറാനെ ആക്രമിക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കും. ഇപ്പോൾ തന്നെ റെഡിയാക്കി നിർത്തിയിരിക്കുക. ഇന്നത്തെ വാർത്തകളിലുണ്ട്, എല്ലാം റെഡിയാണ്. ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കും. അതൊക്കെ എണ്ണ കേന്ദ്രങ്ങളൊക്കെ അവിടെ തീ പിടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ നിന്ന് കത്തും. ഇന്ത്യയിലേക്കുള്ളായിരിക്കുന്ന എണ്ണ ഇറക്കുമതി എല്ലാം അവതാളത്തിലാകും. ഞാൻ പറയുന്ന ഇന്നത്തേതിൻ്റെ എണ്ണ വിലയുടെ 10 ഇരട്ടി ഇന്ധനത്തിന് വില കൂടിയാൽ ഈ ഇന്ത്യയിലെ ജീവിതം താറുമാറായില്ലേ? എല്ലാത്തിനും വില വർദ്ധിച്ചില്ലേ? നമ്മുടെ ജീവിതം ആകെ താറുമാറായില്ലേ? ഞാനിത് പറഞ്ഞത് ഭയപ്പെടുത്താനല്ല. കഴിഞ്ഞ കാലങ്ങളിലെ, കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല. ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം അടുത്ത് വന്നിരിക്കുക. ഒരു ഭീകരമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മഹാപീഡന കാലം എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാപീഡന കാലം, ഇങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബൈബിളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഭയങ്കരമായിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ച് മത്തായി സുവിശേഷം 24 അധ്യായത്തിലൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ കാലം പോലെ ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്തതും ഇനിമേൽ സംഭവിക്കാത്തതായിരിക്കുന്ന മഹാകഷ്ടം അന്നുണ്ടാകും എന്ന് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന ആ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോവുക. അതായത് ലോകം ഒരു ഭയങ്കര പ്രശ്നത്തിലേക്ക് നീങ്ങാനായിട്ട് പോവുകയാണ്. നമ്മളത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ചില പ്രവചനങ്ങൾ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ച് ഭയപ്പെടുത്തുകയല്ല. എന്നാൽ ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. നമ്മൾ മത്തായി സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 7 മുതലുള്ളായിരിക്കുന്ന വാക്യം യോഹന്നാൻ സ്നാപകൻ പറയുന്നതായിരിക്കുന്ന ഒരു വാക്യം ഞാൻ ആദ്യം വായിക്കാം. യോഹന്നാൻ സ്നാപകൻ പറയുന്നതാണ്: തൻ്റെ സ്നാനത്തിനായി പരീശന്മാരിലും സാധുക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവർ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. എന്താ പറഞ്ഞത്? വരുവാനുള്ള കോപം. ഇവിടെ പറഞ്ഞത് നോക്കുക. അതായത് പലർ വരുന്നത് കണ്ടാറെ അവർ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. ഈ യോഹന്നാൻ സ്നാപകനൊക്കെ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിൻ്റെ അടുത്ത സമീപ നാളുകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ കൃപ, അവരോടുള്ളായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി, കർത്താവിൻ്റെ കാൽവരി കുരിശ് കഴിഞ്ഞാൽ അടുത്ത യഹൂദനെ ശുദ്ധീകരിക്കാനുള്ളായിരിക്കുന്ന മഹാപീഡനം എന്നുള്ളായിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് അവർ കടക്കാൻ പോവുകയാണ്. ഈ കാര്യം ഊന്നൽ കൊടുത്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. അതാ ഈ വരുവാനുള്ള കോപം, അല്ലാതെ നിത്യശിക്ഷാവിധി, നിത്യനരകം, ഈ വിഷയങ്ങളൊന്നും അല്ല അവിടെ പറയുന്നത്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ആരാ ബുദ്ധിയുപദേശം പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചിട്ട് താഴേക്ക് പറയാണ്, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നോക്കി, ആ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയേ.
ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവന് എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുവപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യോഹന്നാൻ പറഞ്ഞതായിരിക്കുന്ന കാര്യത്തിൽ ഇന്ന് വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളിൽ പോലും ഇതെന്താണ് ഈ പറഞ്ഞതെന്നുള്ളതായിരിക്കുന്ന ഒരു അവബോധമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ പെന്തക്കോസ് വിശ്വാസത്തിലുള്ളായിരിക്കുന്ന സമൂഹങ്ങളൊക്കെ പറയുന്നത് തീയിലെ സ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തീ പോലെ കത്തിക്കയറുന്നതായിരിക്കുന്ന ഒരു അനുഭവമാണെന്ന് അവർ പറയുന്നത്. ഇവിടെ പറഞ്ഞു കേട്ടില്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കുമെന്ന് കർത്താവിനെക്കുറിച്ച് ചൂണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശ്വാസ ലോകം പറയുന്നത് തീ പോലെ, അതുകൊണ്ടല്ലേ തീ പോലെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ക്രിസ്തീയ പാട്ടുകളൊക്കെ ഇല്ലേ, അതൊക്കെ അവരുണ്ടാക്കിയത്. കാരണം തീയിലെ സ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ് ദിനത്തിൽ വന്നപ്പോൾ പിളർന്നിരിക്കുന്ന അഗ്നി നാവുകളുടെ സാദൃശ്യത്തിൽ അവർക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഇനിയും തീ പോലെ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇവിടെ പറഞ്ഞതെന്നാണ് അവരൊക്കെ പറയുന്നത്. എന്നാൽ അതല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ യോഹന്നാൻ പറയുന്നത് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി അവൻ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അതുകൊണ്ടാണ് അവിടെ ചോദിച്ചത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് രക്ഷ പ്രാപിക്കാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നത് ആരാ? കാരണം എന്താ വെച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. കർത്താവ് ലോകത്തെ ന്യായവിധിക്കാനല്ല വന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തെ ന്യായവിധിക്കാനല്ല. എന്നാൽ കർത്താവ് അവിടെ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, ലോകത്തെ ന്യായവിധിക്കാനല്ല എന്നല്ല. ആ വാക്യം ഒന്ന് നമുക്ക് എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നോക്കിക്കേ, ന്യായവിധി ലോകത്തിലേക്ക് വരുന്നത്. ന്യായവിധി എന്ന് പറയുമ്പം ബൈബിളിൽ 2 വിധത്തിൽ ചിന്തിക്കണം. ഒന്ന്, നിത്യന്യായവിധിയുണ്ട് എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് വെള്ളസിംഹാസനം വെക്കുകയും വെള്ളസിംഹാസനത്തിന് മുമ്പിൽ സകലമാന അവിശ്വാസികളെയും ഒരുമിച്ച് കൂട്ടി അവരെല്ലാം ന്യായം വിധിച്ച് നിത്യ ശിക്ഷാവിധിയിലേക്ക് തള്ളിക്കളയുന്ന ദൈവിക ന്യായവിധിയുണ്ട്. ഇവിടെ പറയുന്നത് ഈ വരുവാനുള്ള ന്യായവിധി എന്നൊക്കെ കർത്താവ് ഈ പറയുന്നതായിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് അതിന് താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അതെന്താണെന്ന് വെച്ചാൽ യഹൂദനെ ശുദ്ധീകരിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ പീഡാകാലം ലോകത്തിൽ ഉത്ഭവിക്കാനായിട്ട് പോവുകയാണ്. ആ ഭയങ്കര പീഡാകാലത്തിലൂടെ കടന്നു പോകാനിരിക്കുകയാണ് ഇവർ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ച് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പയക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കിയാൽ അത് വെളിപ്പെടേണ്ടതിനെ വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ കർത്താവായി യേശു ക്രിസ്തു വന്നതിലൂടെ, വെളിച്ചം ലോകത്തിൽ വന്നതിലൂടെ ഒരു കാര്യം ലോകത്തിന് ഉറപ്പാക്കി കൊടുക്കുകയാണ്. ലോകത്തിന് ഒരു ന്യായവിധി ഉറപ്പാക്കുകയാണ്. അതായത് വെളിച്ചത്തിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. വെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. ആ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർക്ക് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ തന്നെ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നൊക്കെ കർത്താവ് പറയുന്നത് ഇത് യഹൂദ പശ്ചാത്തലത്തിൽ പറയുന്നതാണ്. യഹൂദന്മാർക്ക് ഒരു വലിയ ന്യായവിധി വരാനായിട്ടിരിക്കുന്നു, ഒരു വലിയ പീഡാകാലം വരാനായിട്ടിരിക്കുന്നു. അത് സംഭവിച്ചേ പറ്റൂ. പ്രവചന പുസ്തകങ്ങളിൽ 100 കണക്കിന് പ്രവചനങ്ങളാണ് ആ വരാനിരിക്കുന്ന മഹാപീഡന കാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ദാനിയേൽ പ്രവചനമൊക്കെ എടുത്ത് അതിന് പറയണം, എന്ന് അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനെ 7 വർഷം എന്ന ഒരു പീരീഡിലാണ് ഒതുക്കിയിരിക്കുന്നത്. ദൈവവചനത്തെ ഈ മഹാപീഡന കാലഘട്ടത്തെ 7 വർഷം, ഒരാഴ്ച വട്ടം എന്ന ഒരു പീരീഡിലാണ് ഒതുക്കിയിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതായിരിക്കുന്ന കാര്യം, അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും എന്ന് പറയുന്നുണ്ട്. ഒരാഴ്ച വട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷകാലമാണ്. യഹൂദന്മാരുടെ കണക്കനുസരിച്ച് 7 വർഷമാണ്. ഈ 7 വർഷം യഹൂദനെ എന്താ പറയുന്നത്, തീയിലൂടെ എന്ന പോലെ കടത്തിവിട്ട് ഒരുക്കി ശുദ്ധീകരിച്ച് അവരിൽ നിന്ന് തനി തങ്കത്തെ പുറത്തെടുത്ത് നല്ലവരായിരിക്കുന്ന യഹൂദന്മാരെയും കൊണ്ട് കർത്താവിന് 1000 ആണ്ട് ഭൂമിയെ വാഴാനായിട്ട് പറ്റൂ. അല്ലാതെ ദുഷ്ടന്മാരും കൊള്ളരുതാത്തവരും ആയിരിക്കുന്ന സകലമാന യഹൂദന്മാരെയും കൊണ്ട്
അങ്ങനെ ദൈവത്തിന് 1000 ആണ്ട് വാഴ്ച നടത്താനായിട്ട് പറ്റുകയില്ല. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയെ ഒരുക്കുന്നതിൻ്റെ മുന്നോടിയാണ് ഈ പറയുന്നതായിരിക്കുന്ന ഈ മഹാപീഡനം എന്ന ദൈവത്തിൻ്റെ ന്യായവിധി. അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വരുന്നതായിരിക്കുന്ന ഒരു ന്യായവിധിയാണ്. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടിയവൻ കെടാത്ത തീയിൽ ഇട്ട് കളയും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി നല്ല കോതമ്പെല്ലാം കളപ്പുരയിൽ കൂട്ടിവെക്കുകയും കെട്ട പതിരെല്ലാം തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. ഈ വരാനിരിക്കുന്ന ഈ മഹാപീഡന കാലഘട്ടത്തെക്കുറിച്ചാണ്. അതാണ് തീയിലുള്ള സ്നാനം എന്നൊക്കെ പറയുന്നത്. അതായത് ന്യായവിധിയാണ് തീയിലുള്ള സ്നാനം, അല്ലാതെ പരിശുദ്ധാത്മ സ്നാനമൊന്നുമല്ല, തീയിലുള്ള സ്നാനം. അപ്പം ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ണടച്ച് ഒന്നും സംഭവിക്കില്ല, ഇത്രയും കാലം കഴിഞ്ഞതുപോലെ ഇനിയും പോകും, ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞിരിക്കരുതേ. ഞാൻ പറയുന്ന പരമാവധി പറ്റുന്നിടത്തോളം കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധിയെ തേക്കുക, കർത്താവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക, കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. തന്നെയല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ മറ്റുള്ളവരുടെ രക്ഷയുടെ സുവിശേഷം പറയുക. ഒരാളെയെങ്കിലും ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല, അത് നമ്മുടെ ആത്മസംതൃപ്തിയും സന്തോഷവുമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഒരുങ്ങണം. സമയമെടുത്തു, കാലമെടുത്തു, ഇനിയും കഴിഞ്ഞു പോകില്ല കഴിഞ്ഞ കാലങ്ങളെപ്പോലെ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെയൊക്കെ പറയും. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നുമല്ല, 2-3 വർഷം മുമ്പൊക്കെ ഞാൻ ചിലരോടൊക്കെ പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 10 വയസ്സോ 12 വയസ്സോ 14 വയസ്സോ ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, നിങ്ങളുടെ ആ കുഞ്ഞുങ്ങളുടെ വിവാഹം കാണാൻ പോലും ഇനി കാലഘട്ടം ഉണ്ടാകുകയില്ല. അതിനു മുമ്പേ കർത്താവ് വരികയും തൻ്റെ സഭയെ സ്വീകരിക്കുകയും ചെയ്യും. അത്രത്തോളം കാര്യങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ അത് എത്രയോ വ്യക്തമാണ്. അന്ന് ഞാനിതൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ കോവിഡ് പോലും ലോകത്തിലില്ല. അതിനുശേഷം നോക്കിയ ആ ലോകത്തിൻ്റെ ആ പോക്കിൻ്റെ കിടപ്പ് കണ്ടോ നിങ്ങൾ? അത് കഴിഞ്ഞപ്പോൾ പിന്നെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം എത്ര വർഷമായി അത് തുടങ്ങിയിട്ട്. ഇപ്പോൾ നോക്ക്, പശ്ചിമേഷ്യയിൽ അതീവമായിരിക്കുന്ന സംഘർഷം. ഇപ്പോൾ ഇറാൻ്റെ മുകളിലേക്ക് ഇറാനെ അടിക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചെല്ലാം റെഡിയാക്കി അങ്ങനെ മൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ ബോംബർ വിമാനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത്രയും കാര്യങ്ങൾ എടുത്തിരിക്കുക. ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊന്നുമില്ല എന്നോർത്ത് നമ്മളാരും അങ്ങനെ നിസ്സാരവൽക്കരിക്കരുത് ഈ കാര്യം. ഞാനതാ പറയുന്നത്, അത്ര തന്നെ ഇത് അടുത്തിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒന്നാമതായിട്ട്. ഇനി നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച്, മഹാപീഡന കാലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 5-ാം അധ്യായം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ഇവിടെ പറയുന്ന കാര്യം കേൾക്കുക. 5-ന്റെ 1 ശ്രദ്ധിക്കുക, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. ഏത് കാലങ്ങളെയും ഏത് സമയങ്ങളെയും കുറിച്ചാണ് എന്താ പൗലോസ് ഇവിടെ പറയുന്നത്? അത് അറിയണമെങ്കിൽ, അത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ തൊട്ട് മേലത്തെ 4-ാം അധ്യായത്തിലേക്ക് വരണം. ഏത് കാലത്തെയും സമയത്തെയും കുറിച്ചാണ് പൗലോസ് പറയുന്നതെന്ന് അറിയണമെങ്കിൽ 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിക്കണം. അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ സഹോദരന്മാരെ. കാലങ്ങളെയും സമയം ഞാൻ എന്തിനാണ് ഒന്നിച്ച് വായിച്ചതെന്നറിയാമോ? ഇതൊക്കെ ഈ അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ട് തിരിച്ചത് ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല. പണ്ട് പൗലോസ് എഴുതി വിടുമ്പോൾ ഇതിങ്ങനെ അധ്യായങ്ങളും വാക്യങ്ങളായിട്ട് തിരിച്ചിട്ടൊന്നുമല്ല എഴുതുന്നത്. ആ ഒരൊറ്റ എഴുത്ത് അങ്ങനെ എഴുതി പോവുകയാണ്.
അപ്പോൾ അത് വെച്ച് വേണം നമ്മൾ ഈ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ മനസ്സിലാക്കാൻ. ഇവിടെ സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ എഴുതിയെടുക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത നടക്കുമ്പോൾ, കർത്താവ് ഗംഭീരനാദത്തോടെ വരുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. നാം ഇങ്ങനെ അവനോട് കൂടെ ഇരിക്കും. ആ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച്, അതിൻ്റെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അത് ഒന്നിച്ച് പഠിക്കുമ്പോഴേ ഈ കാര്യം മനസ്സിലാവുള്ളൂ. അതിൻ്റെ സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് എഴുതി അറിയിപ്പാനായിട്ട് ആവശ്യമില്ല എന്ന് പൗലോസ് പറഞ്ഞുകൊണ്ട് താഴേക്ക് വരികയാണ്. അതായത് ഇത് എഴുതിയിട്ട് നമുക്കറിയാമല്ലോ 2000 വർഷമായി. പൗലോസ് ഈ ലേഖനമൊക്കെ എഴുതിയിട്ട് 2000 വർഷമായി. ഇന്നും വായിക്കുന്ന ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് സാധാരണഗതിയിൽ, എല്ലാവരും അല്ല, ചിലരെങ്കിലും വിചാരിക്കുന്നത് ഇത്രയും കാലമായിട്ട് ഒരു അനക്കവുമില്ല, പിന്നെ ഇനി ഇപ്പം സംഭവിക്കാൻ പോകുന്നത്. അതങ്ങനെയല്ലേ? പത്രോസിൻ്റെ ലേഖനത്തിലും പറയുന്നതാണ്, അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം എവിടെ എന്ന് പറഞ്ഞ് അന്ത്യകാലത്ത് പരിഹാസത്തോടെ പരിഹാസികൾ വരുമെന്ന് അറിവിൻ. അവൻ വരാമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ലോകത്തിൻ്റെ ആരംഭത്തിൽ എന്ന പോലെ ഇപ്പോഴും ഇരിക്കുന്നുവല്ലോ. അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം എവിടെയെന്ന് ചോദിച്ച് പരിഹാസികൾ വരുമെന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളായിത്തീരരുത്. ഞാൻ ഇന്നത് നിങ്ങളോട് പറയുന്നത് എന്താണ്, ഒരു റൈറ്റ് ഡിവിഷനിലൂടെയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രത്യാശയെ ഒന്ന് ഉണർത്തുക. നമ്മളൊന്ന് കർത്താവ് വരുന്ന ആ ശബ്ദം എന്ന് കേൾക്കാൻ കഴിയും എന്നുള്ളതായിരിക്കുന്ന ഒരു ശ്രദ്ധയോടെ കാതോർത്തിരിക്കാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഉണർത്തുക. നമ്മൾ പിന്നെ എന്താണ്, ഇതൊന്നും അറിയാത്തവരെ പോലെ നമ്മൾ ഉറങ്ങി, നമ്മൾ ഒന്നും അല്ലാത്തവരെ പോലെ നമ്മൾ ആരും ആയിത്തീരരുത്. ഈ പ്രത്യാശയിലേക്ക് നമ്മൾ ഉണരണം. വരാൻ സമയമായി, കർത്താവ് വരാൻ സമയമായി, നമ്മൾ എടുക്കപ്പെടാൻ സമയമായി. ഞാൻ പറയുന്നത്, ഒരുപക്ഷെ നമ്മളൊന്നും പ്രായാധിക്യം വന്ന് മരിക്കാനൊന്നും ഇനി കാലഘട്ടമില്ല. ഇപ്പോഴുള്ള വയസ്സെന്ന അപ്പച്ചന്മാർ പോലും ചിലപ്പം, എനിക്ക് തോന്നുന്നത് അപ്പച്ചന്മാരും പോലും മരിക്കാനുള്ള സമയമില്ല. രൂപാന്തരപ്പെടാനുള്ളായിരിക്കുന്ന കാലഘട്ടം വന്നു. അതാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഞാനത് പലപ്പോഴും പറയും. അപ്പം ഈ സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് ഉൽപ്രാവണത്തിൻ്റെ സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയാണ്, കള്ളൻ രാത്രിയിൽ, 2-ാം വാക്യം, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കള്ളൻ രാത്രിയിൽ വരും പോലെ എന്ത് വരുമെന്ന് പറഞ്ഞേ? കർത്താവിൻ്റെ നാൾ എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമെന്നല്ല കേട്ടോ അവിടെ പറഞ്ഞേ. അങ്ങനെ തെറ്റിദ്ധരിച്ച് പഠിക്കരുത്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവ് വരുമെന്നൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക്, അവർ എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്രായേലിൻ്റെ സമാധാനം. അതൊക്കെ വിവരിച്ച് പോയാൽ കുറേ പറയാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അവർ സമാധാനം എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മരണത്തോട് സഖ്യത ചെയ്യും ഇസ്രായേൽ. അപ്പോൾ നമ്മൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ എന്താ അവിടെ വായിക്കുന്നതെന്നറിയാമോ? അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും എന്ന് പറഞ്ഞാൽ കഠിനമാക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ തോന്നും എന്തോ ഒരു കഠിന നിയമം കൊണ്ടുവന്ന് ഇറക്കുക എന്ന്. അതൊന്നും അല്ല അതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം. അവിടെ പറഞ്ഞിരിക്കുന്നത് നിയമം സ്ഥാപിക്കുമെന്നാണ്. പഴയ നിയമത്തിൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങൾ പാതാളത്തോട് ഉടമ്പടിയും മരണത്തോട് സഖ്യതയും ചെയ്തിരിക്കുന്നു. യഹൂദന്മാരോട് പറയാൻ, നിങ്ങൾ പാതാളത്തോട് ഉടമ്പടിയും മരണത്തോട് സഖ്യതയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർ സമാധാനം എന്ന് പറയും. എന്താണെന്നറിയാമോ? ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത്തെ, ആ രാജ്യത്തെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് മുടിച്ച് കളയാൻ വേണ്ടി കാത്തിരിക്കുക. ഞാൻ പറയുന്ന സമാധാന ഉടമ്പടിയുമായിട്ട് വരുന്ന ഒരുത്തൻ അവർക്ക് ദേവാലയം പണിയാനുള്ളായിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. ഇപ്പോൾ നമുക്കറിയാം, ടെമ്പിൾ മൗണ്ട് ഇരിക്കുന്ന പ്രദേശം മുഴുവൻ യോർദാൻ്റെ അധീനതയിലാണുള്ളത്. യോർദാൻ്റെ അധീനതയിലാണ് ആ പ്രദേശം ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇസ്രായേലിന് ദേവാലയം പണിയാനായിട്ടൊരു സ്ഥലം കാണിച്ചു കൊടുക്കുകയും ഇസ്രായേലിന് ദേവാലയം പണിയാനുള്ളായിരിക്കുന്ന അനുമതി ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന വ്യക്തിയെ അവർ ക്രിസ്തു എന്ന് വിചാരിക്കും. നമ്മൾ വിശ്വസിക്കുന്ന മാതിരി നമ്മുടെ കർത്താവല്ല അവരുടെ ക്രിസ്തു. ഇന്നുവരെ അവരെ അംഗീകരിച്ചിട്ടില്ല. യഹൂദന്മാർ നമ്മുടെ കർത്താവിനെ അവരുടെ ക്രിസ്തുവായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരുടെ ക്രിസ്തു വരും, അവരെ രക്ഷിക്കാൻ വരും. ഇത് കാത്തിരിക്കുക. അപ്പോൾ ഈ ഉടമ്പടിയുമായി, സമാധാനത്തിൻ്റെ ഉടമ്പടിയുമായി വരുന്നവൻ, ദേവാലയം പണിയാൻ അനുമതി കൊടുക്കുന്നവൻ, അവിടെ സ്ഥലം നിയമിച്ച് കൊടുക്കുന്നതായിരിക്കുന്ന ആ നേതാവ്, ഏത് രാജ്യത്തിൻ്റെ നേതാവാണെന്നോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ആ വ്യക്തിയെ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ മശിഹയായിട്ട് കാണും.
അതാണ് യഹൂദന് വിശ്വാസത്യാഗം സംഭവിക്കുന്നു പറഞ്ഞാൽ. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണമെന്ന് 2 തെസ്സലോനിക്കയിൽ വായിക്കുന്നില്ലേ? അതായത് സത്യദൈവത്തെ വിട്ട് ഇവർ ആൻറ്റി ക്രൈസ്റ്റിനെ അവരുടെ മശിയായിട്ട് കാണും. വന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയ ക്രിസ്തുവിനെ അവർ ഇന്നും മശിയായിട്ട് കാണുന്നില്ല. ആ മശിക അവരുടെ മശികയെ അല്ല, അത് ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തുവാണ്. അവരത് അംഗീകരിക്കുകയില്ല. അവരുടെ മശികയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുക. അപ്പോൾ ഈ സമാധാന ഉടമ്പടിയായിട്ട് വരുന്നവനാണ് അവരുടെ മശിക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വായിക്കുക, അവർ സമാധാനമെന്നും നിർഭയമെന്നും, അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നിരിക്കും. അവർ എന്ന് പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ? നോക്കിയേ, ശ്രദ്ധിച്ചേ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്നു. നമുക്കല്ല, അവർക്കെന്ന് പറഞ്ഞാൽ ആർക്കാ? ഇസ്രായേലിൽ യഹൂദന്മാർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. നോക്കിയാൽ 3 പ്രാവശ്യം അവർ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ ഒന്നും കൂടെ ഊന്നൽ കൊടുത്തേ. ആ നാൾ മേലെ എന്താ വായിച്ചേ? കർത്താവിൻ്റെ നാൾ. മേലെ വായിച്ചില്ലേ 2-ാം വാക്യത്തിൽ? കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ഇവിടെ വീണ്ടും വായിക്കുകയാണ്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അതായത് വിശ്വാസികളായിരിക്കുന്ന ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ ആ നാൾ പിടിക്കില്ല, നിങ്ങൾ ആ നാളിനുള്ളവരല്ല. എത്രയോ വ്യക്തമാണ്. സഭ ഒരിക്കലും മഹാപീഡനത്തിൽ കൂടെ കടന്നു പോവുകയില്ല എന്നുള്ളതിന് വളരെ വ്യക്തമായിരിക്കുന്ന ഉത്തരവാണിത്. നമ്മൾ എടുക്കപ്പെട്ടതിന് ശേഷം, ഇന്ന് ഞാനും ചെറിയ സാറും കൂടെ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു. സഭ എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ യഹൂദനോട് വീണ്ടും ദൈവം ഇടപെടുകയുള്ളൂ. 2 പ്രോഗ്രാം ഒരേ സമയത്ത് ഓടുകയില്ല. അതുകൊണ്ട് ഈ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ യഹൂദനോട് ഇടപെടും. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാവുന്നു. നാം രാത്രിക്കും ഇരുട്ടിനും ഉള്ളവരല്ല. രാത്രിയും ഇരുട്ടും എന്നാണ് ആ കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏത് കാലത്തെക്കുറിച്ച്? മഹാപീഡനത്തിൻ്റെ ആ 7 വർഷക്കാലത്തെക്കുറിച്ച് രാത്രിയും ഇരുട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രാത്രിയെയും പകലിനെയും കുറിച്ച്, രാത്രിയെ ഇരുട്ടിനെയും കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാലോ? എന്നെ നിങ്ങളും കൂടെ സഹായിക്കുമോ? ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത് രാത്രിയും ഇരുട്ടും എന്ന് പറയുന്നതായിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് വായിക്കാം. രണ്ടാമത് കർത്താവിൻ്റെ നാൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യം. എന്താണ് ഈ രാത്രിയും ഇരുട്ടും എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം വന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി? അതിഭയാനകമായിരിക്കുന്ന കാലമാണ് ഈ സംഭവിക്കാൻ പോകുന്നത്, ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മളതിനെ നിസ്സാരവൽക്കരിക്കരുതേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, മത്തായി സുവിശേഷത്തിലൊക്കെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർത്താൽ മാത്രം മതി. ഇന്ന് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്തത്, ഇനിമേൽ സംഭവിക്കാത്തത് എന്ന് പറഞ്ഞാൽ അനേക യുദ്ധങ്ങൾ കണ്ട് അനേകം ഭൂകമ്പങ്ങൾ കണ്ട ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇന്ന് വരെ ഇതുപോലെ ഒരു അനർത്ഥം ലോകം കണ്ടിട്ടില്ല, അതിനുശേഷം അങ്ങനെ ഒരു അനർത്ഥം ലോകം കാണുകയുമില്ല. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്ന് പറഞ്ഞത്. യിരെമ്യാ പ്രവചനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. യിരെമ്യാ പ്രവചനം 13:16. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ ഇടറിപ്പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ, അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. തെസ്സലോനിക്ക ലേഖനത്തിൽ ഇപ്പം എന്തെന്നാ വായിച്ചേ? എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും. ഈ ഇരുട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സംഭവിക്കാനിരിക്കുന്ന മഹാപീഡന കാലത്തെയാണ് ബൈബിളിൽ ഇരുട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ യിരെമ്യാ പ്രവചനത്തിലും പറഞ്ഞതാ, നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ തടഞ്ഞ് വീഴാതിരിക്കാൻ നിങ്ങൾ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അവരോട് പ്രബോധിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യം. യഹോവയുടെ, ഒന്നുകൂടി വായിച്ചാൽ, യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അതിവേഗം അടുത്ത് വരുന്നു. കേട്ടോ യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം.
ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം. ഈ ദിവസത്തെക്കുറിച്ച്, അതാണ് ആ നാൾ. നമ്മളിവിടെ വായിച്ചില്ലേ, യഹോവയുടെ നാൾ. ആ നാൾ എന്ന് പറഞ്ഞത് ഈ വരാനിരിക്കുന്ന മഹാവിപത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് ആശ്വസിക്കാം, അത്ര വലിയ കാലഘട്ടം നമ്മൾ അഭിമുഖീകരിക്കുകയില്ല. നമ്മളതിനു മുമ്പേ ഇവിടെ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അതെന്തോ ഒരു ആശ്വാസമാണ്, നമുക്ക് സന്തോഷിക്കാം. കാരണം ലോകത്തിൽ ആരും പറയുന്നവരില്ല, അതൊരു ഭീകര ദിനങ്ങളായിരിക്കും. കാര്യം പശ്ചിമേഷ്യ കേന്ദ്രമായിട്ടായിരിക്കാം ഈ മഹാപീഡനം നടക്കുന്നത് എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ ഭയങ്കരമായിരിക്കുന്ന കെടുതികൾ എല്ലാ ലോകവും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അതൊരു ചെറിയ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഭയങ്കരമായിരിക്കുന്ന അനർത്ഥം വരുന്നതിനെയാണ് ഇരുട്ട്, അന്ധകാരമുള്ള ദിവസം, കർത്താവിൻ്റെ നാൾ എന്നെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ നാൾ, അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇതിനെക്കുറിച്ച്, ഇരുട്ട് രാത്രി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വാക്യം കൂടെ വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 31-ാം വാക്യം. കണ്ടോ, ഇരുട്ടും അന്ധകാരമുള്ള ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ, നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എത്ര വാക്യങ്ങളാണ്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ഭീകരമായിരിക്കുന്ന ആ നാളുകൾ വരാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാൻ പാടില്ല, കർത്താവ് പറഞ്ഞതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് അവിടെയൊക്കെ ഭൂകമ്പങ്ങളുണ്ടായില്ലേ. ഇനിയും നമ്മൾ നോക്കിക്കോ. ചിലപ്പോൾ ഉടനടി ഭൂകമ്പങ്ങളുടെ വിവരണങ്ങൾ കേൾക്കാം, അധികം താമസിക്കാതെ. അതും കർത്താവ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ. എന്താ പറഞ്ഞത്? ഭൂകമ്പങ്ങളുണ്ടാകും. എന്തൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്? മഹാവ്യാധികളുണ്ടാകും അല്ലേ? ക്ഷാമം, ഭൂകമ്പം, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, മഹാവ്യാധികൾ എല്ലാം, അതിൻ്റെ എല്ലാം തെളിവുകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ, എന്താ പറയുന്നത്, അളവില്ലാത്ത നേട്ടത്തിന് വേണ്ടി ഓടി നമ്മുടെ ജീവിതം പാഴാക്കി കളയണ്ട. എനിക്കിനിയും ലോകത്തിൽ പലതും വെട്ടിപ്പിടിക്കണം, എനിക്ക് പലതും സമ്പാദിക്കണം, എൻ്റെ മക്കളെ വളർത്തി വലിയ നിലയിലെത്തിക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളിനി വെച്ച് പുലർത്തണ്ട. നമ്മുടെ മുമ്പിൽ അതിനുള്ള സമയമില്ല. തരുന്ന അത്രയും ദിവസങ്ങൾ കർത്താവെ, ഇന്നൊരു ദിവസം കൂടെ ജീവിക്കാൻ നീ അനുവാദം തന്നല്ലോ, നന്ദി കർത്താവെ എന്ന് പറയുക, കാത്തിരിക്കുക. എപ്പോഴാ ശബ്ദം കേൾക്കും? ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ലേ? കർത്താവിൻ്റെ കാഹള ശബ്ദം കേട്ടാൽ, കർത്താവിൻ്റെ ആ ഗംഭീരസ്വരം കേൾക്കുന്ന നാളിൽ അതെൻ്റെ ചെവിയിലും മുഴങ്ങും. ഞാൻ ഉറങ്ങുകയാണെങ്കിലും ഉണർന്നിരിക്കുകയാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ചെവിയിലും മുഴങ്ങും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചേർക്കപ്പെടുമെന്നുള്ള പൂർണ്ണ ഉറപ്പും നിശ്ചയവും പ്രാപിച്ചിട്ടില്ലേ? ആ ഉറപ്പും നിശ്ചയമുള്ളവരായിരിക്കണം. അത് ഞാൻ കേൾക്കും. ഞാൻ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ഞാൻ ആ സന്നിധിയിലേക്ക് പറന്നു വരും. നമ്മുടെ തേജസ്സിൻ്റെ കർത്താവിനെ തേജസ്സോടെ കാണും, മഹാ തേജസ്സോടെ. വിശുദ്ധന്മാരുടെ കൂട്ടത്തെ അവിടെ ഒന്നിച്ച് കാണും. എന്തൊരാനന്ദമാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, നാളുകൾ അടുക്കും തോറും സന്തോഷിക്കുക. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുമ്പോൾ യുദ്ധക്കുതിയന്മാരല്ല നമ്മൾ യുദ്ധത്തിന് വേണ്ടി കൊതിക്കുകയോ അനേക ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നതിനെ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല. അതൊക്കെ വലിയ ആപത്താണ്, നമുക്കറിയാം. പക്ഷേ അതെല്ലാം കാണുമ്പോൾ ഇതാ അവൻ വാതുക്കെ, അവനടുക്കെ എത്തിയിരിക്കുന്നു എന്നോർത്തുകൊള്ളുക. നാളുകളിലും മറ്റന്നാളുകളിലൊക്കെ എന്തെന്ത് വാർത്തകൾ വരുമെന്ന് നിങ്ങൾ ടി വിയിലൂടെയോ മറ്റൊക്കെ ഒന്ന് മാധ്യമങ്ങളിലൂടെ ഒന്ന് കേട്ട് നോക്കൂ. പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നോക്കുക. കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അത്തി തളിക്കുമ്പോൾ അതിൻ്റെ ഇല ഇളതാകുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാം ഇസ്രായേലിനെ നോക്കി പഠിക്കണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വല്ലതും മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ ഉൽപ്രവണത്തെക്കുറിച്ച് ഒരു തെളിവും ബൈബിളിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഉൽപ്രവണത്തെക്കുറിച്ച് ആകെ ബൈബിളിൽ ഒരു തെളിവേ ഉള്ളൂ. എന്താ അറിയുമോ? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ നമ്മളെടുക്കും. അതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ ഒലിവുമല പ്രത്യക്ഷതയ്ക്ക് മുമ്പായിട്ട് എന്തെന്ത് സംഭവിക്കുമെന്ന് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ആ കർത്താവിൻ്റെ ചേർക്കപ്പെടലിൽ നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകരുതേ. നമുക്ക് ചെയ്യാൻ മറ്റൊന്നുമില്ല.
ഞാൻ അതും കൂടെ ഒന്ന് ഊന്നി പറയട്ടെ. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ. മുഴു പ്രായച്ചിത്വവും വരുത്തിയ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ആഴമായ വിശ്വാസം, ആഴമായ സമർപ്പണം. ഇതല്ലാതെ ഒന്നും ചെയ്യാനില്ല ഇവിടെ, ഒന്നും ചെയ്യാനില്ല. ബാക്കി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് അങ്ങ് ചെല്ലുമ്പോൾ പ്രതിഫലം തരും. ഇപ്പം ഞാൻ നിങ്ങളോട് ദൈവവചനം പറയുന്നതിന് കർത്താവ് എനിക്ക് പ്രതിഫലം തരും, അത് വേറെ കാര്യം. ഈ ഒരു പൂർണ്ണ അടിയുറച്ച വിശ്വാസത്തിൽ ധൈര്യപ്പെട്ടിരിക്കുക. കർത്താവ് ഇന്ന് വന്നാലും ഞാൻ അവൻ്റെ അടുക്കൽ പറന്നു വരും എന്നുള്ള പ്രത്യാശയോടെ ഇരിക്കുക. ദൈവം അതിനായിട്ട് സഹായിക്കും. കർത്താവിൻ്റെ നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല എന്ന് നമ്മൾ ഈ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 5 അധ്യായത്തിന് 1 മുതൽ 5 വരെ വായിച്ചല്ലോ. ആ നാളിനെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ കൂടെ പഴയ നിയമത്തിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് നിർത്തിക്കൊള്ളാം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 12-ാം വാക്യം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. എത്ര വ്യക്തമായി എഴുതിയിരിക്കുന്നത്! സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ. അതിനെയൊക്കെ ഈ നാൾ എന്നാണ് ആ പറഞ്ഞ ആ മഹാപീഡന കാലത്തെ ഒരു നാളിനോട് സാമ്യപ്പെടുത്തിയ ബൈബിളിൽ പറഞ്ഞ സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർഭവും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിന്മേലും വരും, നീളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണു പോകും. ലബാനൂരിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകളിന്മേലും ഉയർന്നിരിക്കുന്ന സകല മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീശ് കപ്പലുകളിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും. അപ്പോൾ മനുഷ്യൻ്റെ ഗർഭം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. ആ മഹാപീഡന കാലത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് പറയേണ്ടത് വലിയ പശ്ചിമേഷ്യയെ പോലുള്ളായിരിക്കുന്ന രാജ്യങ്ങളിൽ വലിയ നാശമുണ്ടാവും. യഹോവയുടെ നാൾ ഉന്നതമായ ഗർവമുള്ള മേലെയും വരും. ഗർവികളായിരിക്കുന്ന പുരുഷന്മാരുടെ മേലും വരും, മനുഷ്യൻ്റെ മേലും വരും. എല്ലാം തകരും, തരിപ്പണമാകും. പല വാക്യങ്ങൾ അതിനെക്കുറിച്ചുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നില്ല. യഹോവയുടെ നാൾ എന്ന് പറഞ്ഞത് മാത്രം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനാണ്. വേറൊരു വാക്യം വായിക്കാം. യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നോക്കിയേ. ആ നാൾ, അതിനെയും പറഞ്ഞെന്തുന്ന നാളെന്നാണ് പറഞ്ഞത്. ഞാൻ ആ നാളെന്താണെന്ന് നിങ്ങൾ തെസ്സലോനിക്ക ലേഖനത്തിലെ നാളെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാനിത് വായിക്കുന്നത്. ആ നാൾ പോലെ ഇതിനെ നാളെന്ന ഒരു വാക്കിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 7 വർഷത്തെ പീരീഡിനെയാണ് ഈ നാളെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണം തെസ്സലോനിക്ക ലേഖനം നമ്മൾ വായിക്കാൻ. 1 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 5-ാം അധ്യായവും 2 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 1-2 അധ്യായങ്ങളും ഇതിലെല്ലാത്തിലും ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അതിലൊക്കെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ എന്ന് പറയുന്നത് ഈ മഹാപീഡന കാലത്തെക്കുറിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നോക്കിയേ, ആ 7-ാം അധ്യായം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു, കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. യാക്കോബിനെയാണ്, അതായത് യാക്കോബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെയാണ് മുഖ്യമായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സൈന്യ ബലം കൊണ്ടും ആയുധ ബലം കൊണ്ടും പ്രത്യേകിച്ച് അമേരിക്കൻ സപ്പോർട്ട് കൊണ്ടും ഇസ്രായേൽ നല്ല ഉറപ്പിലാണ് നിൽക്കുന്നത്, അല്ലേ? നമ്മളൊക്കെ ചിന്തിക്കും അവർ പരാജയപ്പെടില്ല എന്ന്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ പരാജയപ്പെട്ടേ മതിയാകൂ. പരാജയപ്പെടും. അവർ പരാജയപ്പെടുമ്പോഴാണ് അവർ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുക. അവർ പരാജയപ്പെടും. അവരവരുടെ രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടുന്ന ഗതി വരും. അതാണ് നമ്മൾ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടതിന് കഴുകൻ്റെ 2 വലിയ ചിറക് ലഭിച്ചു എന്നൊക്കെ വായിക്കുന്നില്ലേ? അവർക്ക് പരാജയപ്പെടും. അതെങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു പോയി. കാര്യം വലിയ ആയുധശേഷിയുണ്ട്, സംഭവം ശരിയാ, സൈന്യശേഷിയുണ്ട്, ഇതൊക്കെ ശരിയാണെങ്കിലും ചൈന, റഷ്യ പോലുള്ളായിരിക്കുന്ന രാജ്യങ്ങളെതിരെ വന്നാൽ ഈ ഇത്രയുള്ള കൊച്ചു രാജ്യത്തിന് എന്തോരം പിടിച്ചിരിക്കാൻ പറ്റും? പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. അവർ പരാജയപ്പെടുമ്പോഴേ അവർക്ക് അവരുടെ ദൈവത്തെ അന്വേഷിക്കുകയുള്ളൂ. ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരാജയപ്പെടുന്നത്. ഇതാണ് നമ്മൾ ആദ്യം വായിച്ച മത്തായി സുവിശേഷത്തിൽ വായിച്ചത്. വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോവുക നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നവൻ ആർ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാതൊക്കെ വെട്ടി തീരിട്ട് കളയും. അവർക്ക് അവരെ ശുദ്ധീകരിക്കാനുള്ള പദ്ധതിയാണ് ആ വരുന്നതായിരിക്കുന്ന നാൾ എന്നുള്ളത് മനസ്സിലാക്കണം. മറ്റൊരു വാക്യം വായിക്കുക. യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം. കണ്ട, ഇസ്രായേലിനോട് പറയുന്നതാണ്.
ഇസ്രായേലിനോട് പറയുന്നതാണ്. നോക്കിയേ, ദേശനിവാസിയെ ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു, കാലമായി, നാളടുത്തു. അവിടെ ഈ പറയുന്ന എന്തെന്നാണ് പറയുന്ന നാൾ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ. ഇങ്ങനെയാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ആ ഒരു വാക്കിന് പോലും അതെവിടെ എഴുതിയിട്ടുണ്ട്, മറ്റെവിടെയാണ് ഈ വാക്ക് എഴുതിയിരിക്കുന്നത്, ഇത് എന്തിനെക്കുറിച്ചാണ് ഈ നാളെന്ന് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ അല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് തോന്നും? കർത്താവിൻ്റെ നാളെന്ന് പറയുമ്പോൾ ആ കർത്താവ് വരുന്ന ദിവസം അങ്ങനെ അങ്ങ് തീരുമാനിക്കും. അല്ല, കർത്താവ് വരുന്ന ദിവസത്തെയൊന്നും അല്ല ഇവിടെ നാളെന്ന് പറഞ്ഞിരിക്കുന്നത്. നാളടുത്തു, മലകളിൽ ആർപ്പ് വിളി, സന്തോഷത്തിൻ്റെ ആർപ്പ് വിളിയല്ല. ഇപ്പോൾ ഞാൻ വേഗത്തിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ പകരും, ഇസ്രായേലിൻ്റെ മേൽ പകരും എന്നാണ് പറയുന്നത്. നിൻ്റെ മേൽ പകർന്ന് എൻ്റെ കോപം നിന്നിൽ നിവർത്തിക്കും. ഞാൻ നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായവിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. എൻ്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിൻ്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും. നിൻ്റെ മ്ലേച്ഛതകൾ നിൻ്റെ നടുവിൽ വെളിപ്പെട്ട് വരും. യഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നതെന്ന് നിങ്ങൾ അറിയും. ഇതാ നാൾ, നോക്കിയേ ആ വാക്ക് നോക്കിയേ, ഇതാ നാൾ, ഇതാ അത് വരുന്നു. നിൻ്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടി പൂത്ത് അഹങ്കാരം തളർത്തിരിക്കുന്നു, സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു. അവരിലോ അവരുടെ കോലാഹലങ്ങളിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കുകയില്ല. അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയില്ല. കാലം വന്നിരിക്കുന്നു, നാളടുത്തിരിക്കുന്നു. വീണ്ടും പറയുന്നില്ല, നാളടുത്തിരിക്കുന്നു. അതിൻ്റെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കിയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട. 2 വാക്യങ്ങൾ കൂടെ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എസ്കേൽ പ്രവചനം തന്നെ 21-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ഈ നാളെന്താണെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താണ്. എസ്കേൽ പ്രവചനം തന്നെ 21-25. അന്ത്യനാൾ, നിൻ്റെ അകൃത്യത്തിൻ്റെ അന്ത്യനാൾ. അവിടെയും പറയുന്നതല്ലേ, നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവേ, അകൃത്യത്തിൻ്റെ കാലത്ത് നിൻ്റെ നാൾ വന്നിരിക്കുന്നു. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. ഈ ഉന്മൂലനാശം എന്ന് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് 3 ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാവുമെന്നൊക്കെയാണ്. അതൊന്നുമല്ല എൻ്റെ അർത്ഥം. ആ മഹാപീഡന കാലത്തുള്ളായിരിക്കുന്ന വലിയ നാശത്തെയാണ്, അവിടെ ഇസ്രായേലിന് വരുന്ന വലിയ നാശത്തെയാണ് ഉന്മൂലനാശം വരുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ തന്നെ എസ്കേൽ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 30-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. എന്തുമാത്രം വാക്യം വേണം നാളെന്നുള്ളതിനെ. നാളെടുത്തിരിക്കുന്നു, വായിച്ചോ. നാളെടുത്തിരിക്കുന്നു, അതേ യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. വാക്യം മതി. അവിടെ എല്ലാം വായിച്ചപ്പോൾ അത് മനസ്സിലായല്ലോ. മാലാഖി പ്രവചനം 4-ാം അധ്യായത്തിന് 5-ാം വാക്യം. ആദ്യം വായിച്ചതായിരിക്കാം. മാലാഖി പ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ നാളെന്താന്ന്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞ നാളെന്താണെന്ന് മനസ്സിലാകും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ്, ഈ മഹാപീഡനം വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയച്ചു തരും. അപ്പോൾ ഇതൊക്കെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ വായിച്ച തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നോക്കിയേ. 2-ാം അധ്യായത്തിൻ്റെ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. കർത്താവിൻ്റെ നാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ നാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോൾ വിചാരിക്കരുത് കർത്താവിൻ്റെ നാൾ അടുത്തു, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ആ നാളിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങളങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞും ഞങ്ങളങ്ങനെ എഴുതിയെന്നും പറഞ്ഞുള്ള ചില ലേഖനങ്ങളിലേക്ക് വെളിച്ചത്തിൽ ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചാൽ ആ വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. അവരോട് പറയുക കർത്താവിൻ്റെ നാൾ. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന, നമ്മളുടെ കൂടെ ജീവിച്ചിരിക്കുന്ന സമകാലികർ രക്ഷിക്കപ്പെടാത്തവരതനുഭവിക്കും. ഞാനത് ഉറപ്പായിട്ട് പറയുന്നു. നമ്മൾ അനുഭവിക്കുകയില്ല. നമ്മൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ആ മഹാകഷ്ടത്തിനുള്ളവരല്ല. നമ്മൾ കർത്താവിനോട് കൂടെ ചേരും.
അതിനുശേഷം മാത്രമേ ഇത്ര ഭയങ്കരമായിരിക്കുന്ന അനർത്ഥം ഭൂമിയിൽ വരികയുള്ളൂ. അപ്പം ഒന്നും കൂടെ റീവൈൻഡ് ചെയ്യുക, ഇപ്പോഴത്തെ സാഹചര്യം വെച്ചെണ്ണുക. ചിലപ്പോൾ പെട്ടെന്ന് അത് ആരംഭിച്ചേക്കാം. അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ മറ്റും വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് നമുക്കെന്താ ഗുണം? ലോകത്തിൽ കഷ്ടം വന്നോട്ടെ, ലോകത്തിൽ ദുരിതങ്ങൾ വന്നോട്ടെ, മഹാപീഡനം വന്നോട്ടെ, നമുക്കെന്താ ഗുണം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഗുണമുണ്ട്. നമ്മൾ ഉഴപ്പായിട്ടാണ് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതെങ്കിൽ ഉണരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഉണരാൻ, ഒന്ന് തീഷ്ണതയോടെ എരിയാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കൊതിക്കാൻ, നമ്മൾ 10 പേരോട് ഈ സത്യങ്ങൾ പറയാൻ, നമ്മളെ തന്നെ ക്രമപ്പെടുത്താനുണ്ടെങ്കിൽ ഒന്ന് ക്രമപ്പെടുത്താൻ, കർത്താവ് വരുമ്പോൾ ലജ്ജിച്ച് പോകാതിരിക്കേണ്ടതിന് നമ്മളൊന്ന് ഉണരാൻ. അതിനെ ഞാനിത് പറഞ്ഞല്ല. നമുക്ക് ഈ നാളുമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ ഈ നാളിൽ കൂടെ കടന്നു പോവുകയുമില്ല. ദൈവം നിങ്ങളെല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വന്നുചേർന്ന എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനത്തെ വിഭജിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ബൈബിൾ സെമിനാർ മെയ് മാസം 20-21 തീയതികളിൽ മർത്തോമ റിട്രീറ്റ് സെന്റർ, മാരാമൺ, കോഴഞ്ചേരിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ബ്രദർ നദീഷ് ചെറിയാൻ, ബ്രദർ തോമസ് ജോർജ്, ബ്രദർ എൽദോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. രജിസ്ട്രേഷൻ സൗജന്യം. പരിമിതമായ സീറ്റുകൾ മാത്രം. ഉടൻ രജിസ്റ്റർ ചെയ്യൂ.